പ്രതിപക്ഷം ലക്ഷ്യം വെച്ചത് വികസനത്തിലൂന്നിയുള്ള ചർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ. അതിന് എസ് കെ ചോദിച്ചു കൗണ്ടർ എന്താണെന്ന് ചോദിച്ചു. എസ് കെ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് സിസ്റ്റം പരാജയമാണെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി തന്നെയാണ്. ആരോഗ്യവകുപ്പിലെ ഗുരുതരമായ വീഴ്ചകൾ, ഈ പറയുന്ന വികസനമുണ്ട് എന്ന് പറയുമ്പോഴും സാധാരണ മനുഷ്യർ, പാവങ്ങൾ ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്ന, ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോകുന്ന, ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന സാഹചര്യം, കൈമുറിച്ച് വരുന്ന സാഹചര്യം, കത്രികകളുടെ സാഹചര്യം, ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പോലീസുകാർ ഇവിടെ പാവങ്ങളെ, നിരപരാധികളെ അഷ്ടിക്ക് വകയില്ലാതെ ദിലീപ് പറഞ്ഞു വന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ പറയുന്ന അഷ്ടിക്ക് വകയില്ലാത്തവനെ ചവിട്ടി ഉരുട്ടി കൂട്ടുന്നത് ഗൂണ്ടാബന്ധം അടക്കം പറയാൻ പ്രതിപക്ഷത്തിന് വിഷയമില്ലാത്തതല്ല. ചോദ്യം പ്രസക്തമാണ്. ഞാൻ പറയാം സ്കേൻ, ഞാൻ അതേക്കാ വരുന്നത്. പക്ഷെ പ്രതിപക്ഷം പറയാതിരിക്കുക എന്താണ്? എസ് കെ പ്രതിപക്ഷം നേരത്തെ ഡീൽ എന്ന് പറഞ്ഞ ആരോപണം ഒരു നേരത്തെയുള്ള അവരുടെ ഒരു എന്താണ് അവരുടെ പ്ലാൻഡ് സ്ട്രാറ്റജി ആയിരുന്നില്ല. സ്ഥാനാർത്ഥിനെതിരെ ശേഷമാണല്ലോ ഡീൽ വരുന്നത്. സ്കേൻ സ്ഥാനാർത്ഥിന് ശേഷം ഡീൽ എന്ന ആരോപണത്തിലേക്ക് പ്രതിപക്ഷം പോകാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ RSS എന്താണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന RSS BJP താല്പര്യം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ഇവിടുത്തെ നേതാക്കളുടെ താല്പര്യം അടക്കം നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന തൃപ്പൂണിത്തുറയിലടക്കം, കോന്നിയിലടക്കം, റാന്നിയിലടക്കം BJPയുടെ ശക്തമായ കോർവോട്ടുള്ള മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്താതെ ഉള്ള ഒളിച്ചുകളി, അതിലെ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചുകളി. SKN ഇവിടെ SDP എന്നൊരു സംഘടനയുണ്ട് കേരളത്തിൽ, അവിടെ ഇവിടെ കോട്ടുള്ള സംഘടന. അതിന്റെ ഒരു തുളസീധരൻ പള്ളിക്കൽ എന്നൊരു നേതാവുണ്ട്, അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇപ്പോഴും സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പണ്ട് ഇവർ പ്രാഗ്രൂപമായ NDF കൂടി അതിലേക്ക് വന്ന അവരുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? സ്കേൻ SDP CPM ധാരണയുണ്ടെന്ന് പറയുന്നത് ആരാണ്? SDP സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നത് ഒരു കൈയിൽ BJPയും മറുകൈയിൽ SDP പിടിക്കുന്ന ഒരു മഴവിൽ സഖ്യം കേരളം ഇത് ആദ്യമായി കാണുന്നതാണ് എന്ന് പറയുന്നത് SDP ഇപ്പോഴും അദ്ദേഹം പുറത്താകാതെ സംസ്ഥാന പദവിയിൽ ഇരിക്കുന്ന തുളസീധരൻ എന്നുള്ള ആളാണ്. പോട്ടെ, അത് രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിയോജിപ്പിന്റെ ആരോപണം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പട്ടിക എടുത്ത് നോക്കുമായിരുന്നു സ്കേൻ. അവർക്ക് അമ്പലപ്പുഴയിൽ 6 പഞ്ചായത്ത് അംഗങ്ങൾ, ഒരു മുനിസിപ്പാലിറ്റി അംഗമുണ്ട്, അവർക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. ആലപ്പുഴയിൽ അവർക്ക് വലിയ വോട്ടുണ്ട്, സ്ഥാനാർത്ഥിയില്ല. വേങ്ങര കഴിഞ്ഞ തവണ വലിയ വോട്ട് നേടിയ സ്ഥലമാണ്, വേങ്ങരയിൽ അവർക്ക് സ്ഥാനാർത്ഥിയില്ല. വേങ്ങരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയോട് SDP ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പോയിന്റിലേക്ക് വന്നിട്ടില്ല. ഞാൻ എന്റെ പോയിന്റിലേക്ക് വന്നിട്ടില്ല. വിഷയം മാറിപ്പോരുത്. ഞാൻ എന്റെ വിഷയം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പ്ലീസ്, ഞാൻ എന്റെ വിഷയം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പക്ഷേ ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു കയ്യിൽ SDP ഡീൽ, BJP ഡീൽ എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ ഇവിടെ 28% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും ആശങ്കയുണ്ട്. ആ ചതിക്കണിയിൽപ്പെട്ട ആ വോട്ടുകൾ ഒഴുകിപ്പോകാതിരിക്കാനാണ് അവർ ഡീൽ എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ആ ഡീൽ ആരോപണം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടുകൾ സേഫ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വിഷയങ്ങൾ അവർ കടക്കാൻ പോവാണ്. അത് വികസനമടക്കം, ഈ പറയുന്ന എന്താണ് ശബരിമല അടക്കം അടുത്ത് അവർ കടക്കാൻ പോവാണ്. ഡീലിലേക്ക് വരാൻ അവർ നിർബന്ധിതമായതാണ്, അല്ലാതെ വികസനത്തിന് വിളിച്ചോടിയതല്ല സ്കേൻ.